നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ചെറിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ആശങ്കയും പരക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന റിപ്പോർട്ടുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ചെറിയ തോതിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികളുമായി ഇപ്പോൾ ആരോഗ്യ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്ത ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരികയാണ്. കോവിഡ് കേസുകൾ വർദ്ധിക്കാതിരിക്കുന്നതിനായി പ്രത്യേക മാർഗനിർദ്ദേശം ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. പനിയുമായി ചികിത്സ തേടുന്നവർക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാണ് എന്നും ആരോഗ്യവകുപ്പ് ഇറക്കിയ മാർഗനിർദ്ദേശത്തിൽ ഇപ്പോൾ പറയുകയാണ്. ഒരു കാലത്ത് വലിയ രീതിയിൽ കോവിഡ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ലോക്ക്ഡൌണിലേക്ക് പോവുകയും കോവിഡിന്റെ അനന്തര ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും കോവിഡ് കേസുകൾ ഇന്ത്യയിൽ ഉയരുന്നു എന്നത് ആശങ്കയുണ്ടാക്കുന്നു. അതും നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുറച്ച് അധികമായി കൂടുതലാണ് എന്നതും വലിയ ആശങ്കയിലേക്കാണ് നയിക്കുന്നത്. ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. ഫലം നെഗറ്റീവ് ആണെങ്കിൽ RT-PCR പരിശോധന നടത്തണമെന്നും പറയുന്നു. കോവിഡ് രോഗികളെ ആശുപത്രിയിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും ഇപ്പോൾ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതിനിടെ രാജ്യത്താകെയുള്ള കോവിഡ് കേസുകൾ 4000 കടന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. രാജ്യത്താകെ കേസുകൾ 4026 ആയി ഉയർന്നിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 65 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 5 കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. കേരളത്തിൽ 19 പേർ രോഗമുക്തരായിരിക്കുന്നു. കോവിഡിൽ നിന്ന് ആക്റ്റീവ് കേസുകൾ 1416 ആയി കുറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച ഒരാളാണ് മരിച്ചത്. ഗുരുതര ന്യൂമോണിയ ബാധിതനായിരുന്ന 80കാരനാണ് മരിച്ചത്. നിലവിൽ രാജ്യത്തെ കോവിഡ് കേസുകളിൽ 35% കേരളത്തിലാണ് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.